അദാനി വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്റിൽ വ്യത്യസ്ത പ്രതിഷേധവുമായി കോൺഗ്രസ് എം പി രാഹുൽ ഗാന്ധി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് റോസാപ്പൂവും ഇന്ത്യൻ പതാകയും നൽകി. സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. രാജ്നാഥ് സിംഗ് വന്നിറങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി അടുത്തേക്ക് പോയി റോസാപ്പൂവും പതാകയും അദ്ദേഹത്തിന് നേരെ നീട്ടുന്നത് വീഡിയോയിൽ കാണാം. അപ്പോഴേക്കും രാഹുൽ ഗാന്ധി പൊട്ടിച്ചിരിയുടെ വക്കിലെത്തിയിരുന്നു. രാജ്നാഥ് സിംഗ് ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ല. ഞങ്ങൾ BJP സുഹൃത്തുക്കൾക്കായി കാത്തിരിക്കുകയാണ്. അവർക്ക് ഇന്ത്യൻ പതാകയും റോസാപ്പൂവും നൽകാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. രാഷ്ട്രമാണ് ഏറ്റവും പ്രധാനമെന്ന സന്ദേശം നൽകാൻ ഞങ്ങൾ ആഗ്രഹിച്ചു എന്നാണ് കോൺഗ്രസ് MP മാണിക്യം ടാഗോർ ഇതിനു പിന്നാലെ പറഞ്ഞത്. സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർക്ക് പ്രതിപക്ഷ MPമാർ റോസാപ്പൂവും പതാകയും നൽകിയിരുന്നു. US-ൽ അദാനിക്കെതിരായ കൈക്കൂലി ആരോപണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കേന്ദ്ര സർക്കാർ ഒഴിവാക്കുന്നുവെന്ന് ആരോപിച്ച് പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ഈ സംഭവവും നടന്നത്. നവംബർ 20-ന് സമ്മേളനം ആരംഭിച്ചതു മുതൽ ഈ വിഷയത്തിൽ ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നുണ്ട്. വ്യത്യസ്തമായ പ്രതിഷേധങ്ങളാണ് പ്രതിപക്ഷം നടത്തുന്നത്. ഗൗതം അദാനി ഉൾപ്പെടെയുള്ള 7 പേർക്കെതിരെയാണ് കുറ്റാരോപണം. ഇവർ US-ലെ നിക്ഷേപകരെ കബളിപ്പിച്ചെന്നും ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകിയെന്നും US സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ ആരോപിച്ചു. അദാനി അനന്തരവൻ സാഗർ അദാനി, അദാനി ഗ്രീൻ എനർജിയുടെ എക്സിക്യൂട്ടീവ്, അസുർ പവർ ഗ്ലോബൽ ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവായ സിറിൽ കബനീസ് എന്നിവർക്കെതിരെ തട്ടിപ്പിനും ഗൂഢാലോചനയ്ക്കും വഞ്ചനയ്ക്കുമാണ് കുറ്റം. $multi-billion പദ്ധതികൾ വാഗ്ദാനം ചെയ്ത് വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രസ്താവനകൾ നടത്തി US നിക്ഷേപകരെയും ആഗോള ധനകാര്യ സ്ഥാപനങ്ങളെയും കബളിപ്പിച്ചതായി പറയുന്നുണ്ട്. $265 മില്യൺ കൈക്കൂലി നൽകിയതായി കുറ്റപത്രത്തിൽ പറയുന്നു. 20 വർഷത്തിനുള്ളിൽ ഈ കരാറുകളിൽ നിന്ന് $200 കോടി ലാഭമുണ്ടാക്കാൻ ഉന്നമിട്ടെന്നും പറയുന്നുണ്ട്. അതേസമയം പ്രതിഷേധത്തിന്റെ ഭാഗമായി കോൺഗ്രസ് MPമാരായ മാണിക്യം ടാഗോറും സപ്തഗിരി ശങ്കർ ഉലഗയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുഖംമൂടി ധരിച്ച് പരിഹസിച്ചുകൊണ്ട് പ്രതിഷേധിച്ചത് ഏറെ ശ്രദ്ധേയമായിരുന്നു. ഇരുവരും അദാനിയും മോദിയുമായി പെരുമാറുകയും രാഹുൽ ഗാന്ധി ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയുണ്ടായി. മോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാൻ ആയിരുന്നു രാഹുൽ ആവശ്യപ്പെട്ടത്. ഞങ്ങൾ തമ്മിൽ ഒരുമിച്ചാണ് എല്ലാ കാര്യവും ചെയ്യാറുള്ളത്. ഞങ്ങൾ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ബന്ധമാണെന്നാണ് മുഖംമൂടി ധരിച്ച MPമാർ മറുപടി പറഞ്ഞത്. പ്രധാനമന്ത്രി മോദിയുടെ മുഖംമൂടി ധരിച്ചിരിക്കുന്ന തന്റെ സഹപ്രവർത്തകനെ ചൂണ്ടിക്കാണിച്ച് അദാനിയുടെ മുഖംമൂടി ധരിച്ച കോൺഗ്രസ് നേതാവ് ഞാൻ എന്തു പറഞ്ഞാലും അയാൾ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതേസമയം നവംബർ 20-ന് സമ്മേളനം ആരംഭിച്ചതു മുതൽ അദാനിക്കെതിരായ US-ലെ കൈക്കൂലി ആരോപണത്തെക്കുറിച്ചുള്ള ചർച്ച ഒഴിവാക്കിയതിന് കേന്ദ്രത്തിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു വരികയാണ്. മോദിക്കെതിരെ രാഹുൽ ഗാന്ധി രൂക്ഷ വിമർശനം തന്നെ ഉയർത്തിയിരുന്നു. ഇതിനിടയിൽ ജോർജ് സോറോസുമായി കോൺഗ്രസിന് ബന്ധമുണ്ടെന്ന BJP ആരോപണത്തിന് മറുപടിയുമായി പ്രിയങ്ക ഗാന്ധി MP എത്തിയിരുന്നു. അദാനി വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കാത്തതിനാലാണ് ജോർജ് സോറോസിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ BJP വഴിതിരിച്ചുവിടുന്നതെന്ന് പ്രിയങ്ക തുറന്നടിക്കുകയുണ്ടായി. അതേസമയം പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തിയെന്ന സർക്കാരിന്റെ ആരോപണം കോൺഗ്രസ് MP മാണിക്യം ടാഗോർ തള്ളി. അവർ പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുകയും പാർലമെന്റിൽ അപകീർത്തികരമായ വാക്കുകൾ പറയുകയും ചെയ്തു. അവർ ഉപയോഗിച്ച അൺപാർലമെന്ററി വാക്കുകൾ നീക്കം ചെയ്യണമെന്നാണ് ഞങ്ങൾ പറയുന്നതെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. പാർലമെന്റ് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധിയും പറഞ്ഞിരുന്നു.